നമസ്കാരം. എൻ്റെ പൊന്നോ, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങളിൽ എത്ര പേർക്ക് ആ വീഡിയോ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങളത് കാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനെ തുടർന്ന് എന്തോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ ഒരു രംഗം. ഏതോ ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ആണ്. പുള്ളി നോക്കുമ്പോൾ ദാ കുറെ ചുവന്ന കൊടികൾ, അരിവാൾ ചുറ്റിക നക്ഷത്രം, ചുവന്ന തൊപ്പികൾ, കുറെ മനുഷ്യർ. അപ്പൊ കമ്മ്യൂണിസം മരിച്ചിട്ടില്ലേ? വാവ്, കമ്മ്യൂണിസം ഇസ് ബാക്ക്, ഹൗ എന്നൊക്കെ അതിശയപ്പെട്ടുകൊണ്ട് ഈ അന്തങ്ങളുടെ നടുക്ക് ചെന്ന് നിന്ന് അന്തം വിട്ട കുറെ ചോദ്യങ്ങൾ സായിപ്പ് അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അതിനുള്ള സാഹസം കാണിക്കുകയാണ്. ഇവർ കൊടുത്ത മറുപടി കേൾക്കണം. മറുപടി എന്ന് പറയാനൊന്നുമില്ല, വല്ലാത്തൊരു നിശബ്ദത അവിടെ തളം കെട്ടി കിടക്കുകയായിരുന്നു അത്രയും ബഹളത്തിനിടയിലും. കാരണം ഭാഷ ഇംഗ്ലീഷ് ആയിപ്പോയി. Are you a communist? Yes, I'm a communist. If you're a communist, who gets the last piece of biryani? അയ്യോ, ബിരിയാണി നോ നോ നോ, ഒള്ളി പഴഞ്ചോറ് വിത്ത് പച്ചമുളക്. അങ്ങനെ അങ്ങോട്ട് പറ അണ്ണ. നമുക്ക് ബൂർഷ്വാസികളുടെ ആഹാര രീതിയോട് യാതൊരു താല്പര്യവും ഇല്ല. നമ്മളാരും ബിരിയാണി കണ്ടിട്ട് പോലും ഇല്ല. നമ്മളൊക്കെ സഖാക്കളാണ്. നമ്മളോട് അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടില്ല. കാറല് മുത്തപ്പ സ്വപ്നത്തിൽ വന്ന് നുള്ളിത്തരുമെന്ന് പറയണ്ണ. അല്ല, ബിരിയാണി എന്ന വാക്ക് നിർബന്ധമായിട്ടും ഉത്തരത്തിൽ ഉപയോഗിക്കണമെന്ന് സാഹിബിന് നിർബന്ധമുണ്ടെങ്കിൽ ബിരിയാണി ചെമ്പ് ഒന്ന് വാക്യത്തിൽ പ്രയോഗിച്ചാലും മതി. ബിരിയാണി ചെമ്പിനെ കുറിച്ചായിരുന്നെങ്കിൽ അറിയാവുന്ന ഭാഷയിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കായിരുന്നല്ലേ. How do you share Maggi if you're a communist? Maggi, yes, Maggi is a national food of Kerala of children and adult. പിന്നെ മാഗി എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ പാക്കറ്റിലും ഒരു പാത്രം നിറയെ ഇങ്ങനെ പൊന്തി വരും. അതുകൊണ്ട് ഒറ്റയ്ക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അടുത്തിരിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്യും. പിന്നെ മാഗിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അടുത്ത് കിടക്കുന്ന വട്ടവള ജംഗ്ഷനിലല്ലേ. അപ്പം നമ്മുടെ പഴയ സഖാക്കന്മാർ എത്രയോ ചോരചാല് നീന്തിയതിൻ്റെയും ചോര ചിന്തിയതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് മാഗി എന്നുള്ള ഭക്ഷണ വിഭവം ഈ ലോകത്തിന് കിട്ടിയത്. അതുകൊണ്ട് നമ്മളത് കഴിക്കും, പതിവായിട്ട് കഴിക്കും. മാഗിയുടെ ചരിത്രം അറിയൂല, എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥമൊന്നും അറിയില്ല. അല്ല, നിങ്ങൾ കുറെ പേര് തെറ്റിദ്ധരിക്കും ഈ ചോദ്യമൊക്കെ ഇംഗ്ലീഷ് വന്നുകൊണ്ടാണ് കൃത്യമായിട്ട് മറുപടി പറയാത്തതെന്ന്. മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തെങ്കിലും ഇതിനൊന്നും മറുപടി കാണുമല്ല. നമ്പർ 1 കാരണം കമ്മ്യൂണിസം എന്താണെന്ന് ഒരു പിടിയില്ല. ഒരന്തം ഇല്ലാതെ നിൽക്കുകയാണ്, കൈവിട്ട് നിൽക്കുകയാണ്. 2 ചിന്താശേഷി നെഹി. ആ സായിപ്പ് എന്തുകൊണ്ട് മാഗി, ബിരിയാണി തുടങ്ങിയ ഭക്ഷണ വസ്തുക്കളുടെ പേരുകൾ ബോധപൂർവം ഉപയോഗിച്ചു എന്നും പിടിയില്ല. അതിനെ എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുമായിട്ട് കണക്ട് ചെയ്തു എന്നും മനസ്സിലായില്ല. അല്ല, അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവിടെ ഒന്നും നിൽക്കില്ലല്ലോ. Maggi if you're a communist. തൊട്ടപ്പുറത്ത് കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചേട്ടൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ചെവി വെച്ച്, ഞാൻ ഈ നാട്ടുകാരനെ അല്ല, എനിക്കൊന്നും കാണുന്നുമില്ല, ഞാനൊന്നും കേൾക്കുന്നുമില്ല, ഇത് എന്തൊരു ഭാഷ, ഇത് ഏത് ലോകം. ഇനി ആ സാഹിബ് അവിടുന്ന് സ്ഥലം കാലിയാക്കുന്നത് വരെ എന്ത് കഥ പോണി സംസാരിക്കും എന്തോ. മഹാഭാരതമാണോ രാമായണമാണോ അതോ ചോരച്ചാല് നീന്തിയ വിപ്ലവ കഥയാണോ അണ്ണ? Maggi, the food. We'll share everything. അണ്ണം പുലിയാണ് കേട്ടോ. എന്ത് കിട്ടിയാലും അത് കൃത്യമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തിരിക്കും. ഷെയർ ചെയ്യുന്ന കാര്യം അത് ഇവരെ കണ്ടു വേണം പഠിക്കാൻ. പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും കണ്ടു പഠിക്കേണ്ട ഒരു ഗുണമാണ്. വലുത് കിട്ടിയാലും ചെറുത് കിട്ടിയാലും കൃത്യമായിട്ട് കൊടി പിടിക്കുന്നവൻ തൊട്ട് ലോക്കൽ സെക്രട്ടറി തൊട്ട് മേളിലിരിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഷെയർ അവിടെ എത്തിയിരിക്കും. ഷെയർ എത്തിയില്ലെങ്കിൽ പണി പാളും. അതുപോലെ തന്നെ ഷെയറിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വന്നാലും കഥ മാറും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഷെയർ എല്ലാവരുടെ കയ്യിലും എത്തും. നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ ലോകത്തിന് മാതൃകയായ ആ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യമൊക്കെ എടുത്തങ്ങ് ഇടാൻ വയ്യായിരുന്നു അണ്ണാ. സായിപ്പ് ഞെട്ടട്ടെ, നമ്മുടെ മഹാത്മ്യം കുറച്ചുകൂടെ സായിപ്പിന്റെ മുന്നിൽ നിന്ന് ഞെളിഞ്ഞ് പറ. കമ്മ്യൂണിസം പൂപ്പല് പിടിച്ച കഥയൊക്കെ അങ്ങോട്ട് നാട്ടുകാർ അറിയട്ടെന്ന്, അറിയാത്തവരും കൂടെ അറിയട്ടെ. ഏകദേശം എല്ലാ രാജ്യങ്ങളിലും അത് എത്തി. എന്നാലും നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ അത് പറയാമായിരുന്നു. നമ്മൾ മറ്റുള്ള ആളുകളെ പോലൊന്നും അല്ല. കറക്റ്റായിട്ട് എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടി ആ കണ്ണിയായിട്ട് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് കൃത്യമായിട്ട് അത് പാസ് ചെയ്ത് പോകും. അതിൻ്റെ ഒക്കെ ഉദാഹരണമായിട്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ പെർഫോമൻസ് അത്ര പോരാ കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചോ, നിങ്ങളിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. Do you believe in money? No. What about? ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മണി നമ്മുടെ പാർട്ടിയിലുള്ള ആളാണ്, നമ്മുടെ സഖാവാന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇപ്പം നാക്കെടുത്ത് പൊക്കിയാൽ നമുക്ക് കുരിശ. പ്രസ്ഥാനത്തിന് ചീത്തപ്പേരുണ്ടാകുന്ന തരത്തിൽ, പ്രസ്ഥാനത്തിന് ക്ഷീണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളെ ഞങ്ങളുടെ വായിന്ന് വരുള്ളൂ. ഈ അടുത്ത കാലത്ത് നാക്കെടുത്ത് പൊക്കി പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിച്ച് എങ്ങനെയാണെന്നും കൂടെ ഒക്കെ പറയണ. മണി എന്ന് പറഞ്ഞാൽ ഈ മണിയാ, ദുട്ട് എന്തിനു വേണ്ടി അവിടെ ചെന്ന് കയ്യും കെട്ടി നിൽക്കുന്നത് ഈ ചാന. If I want to buy chai for my girlfriend? No. നോ. ഞാൻ അത്തരക്കാരൻ നെഹിഹേ. അങ്ങനെ കണ്ടോ അങ്ങനൊക്കെ തെറ്റിദ്ധരിക്കാമോ? പുള്ളി കേട്ടത് ഈ സായിപ്പിൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് ചായ കുടിക്കാൻ താല്പര്യം ഉണ്ടോ എന്നാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്നോ അങ്ങനൊന്നും ചിന്തിച്ചുകൂടാ. പ്രത്യേകിച്ച് ക്യാമറയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ? സായിപ്പ് ചോദിച്ചത് രൂപ ഇല്ലാതെ ചായക്കടയിൽ ചെന്നാൽ ചായ കിട്ടുമോന്ന്. പിന്നെ നോ എന്ന് പറഞ്ഞാലും നമുക്കതിനെ സാധൂകരിക്കാനുള്ള സാധനം കയ്യിലുണ്ട്. ചായക്കടയുടെ മുന്നിൽ ചെന്ന് നിന്ന് കൈ കാശില്ല ഇങ്ങോട്ട് എറോന്നും പറഞ്ഞ്
അവിടെ നിന്ന് 2 ഇത് വിളിച്ചാൽ മതി, അല്ല കടുപ്പത്തിൽ അടിച്ച് കൈ തരുമെന്ന് പറ സാഹിബിനോട്. നമുക്കത് വിശ്വാസമുണ്ട്. അങ്ങനല്ലേ നമ്മൾ ഇതുവരെയൊക്കെ എത്തിയത്. Yes, I am winner. യെസ്, ഐ ആം വിന്നർ ഓഫ് ദ കേരള ഓഫ് ദ പഞ്ചായത്ത് ഓഫ് ഇന്ത്യ. പിന്നെ BJP ഹിയർ, നോ 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 നോ, BJP ഹിയർ യെസ്, എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. അതും കൂടെ പറയണ. Is being communist trendy right now? It's correct. പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ട്രെൻഡിയാണ്. ഇപ്പൊ ട്രെൻഡി ആയിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു വ്യത്യസ്തതയാണ്. നീ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോടെ? ആണെന്ന് പറഞ്ഞ എങ്ങനെ സാധിക്കുന്നടേ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ജീവിക്കാൻ? എന്നൊരു അന്തം വിടലല്ലേ നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സോ നിങ്ങൾ വ്യത്യസ്തരാണ്. Are you a communist? Yes, I'm a communist. So what do you do for work? Nothing, just jobless. അങ്ങനൊന്നും ഇല്ല. ഇങ്ങനെ ഇലക്ഷൻ പ്രമാണിച്ച് നമ്മളിങ്ങനെ ചവരെ പോസ്റ്റർ ഒട്ടിക്കാനും പിന്നെ വടിയെ കൊടി കെട്ടാനും ഒക്കെ നടക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ജോബ്ലെസ് ആണ്. വിപ്ലവമാണ് നമ്മുടെ ജോലി. രക്തം ചീന്തണം, മറ്റുള്ളവരുടെ രക്തം ഊറ്റണം, അത് പൂച്ചണം, അതാണ് നമ്മുടെ ജോലി. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മറുപടിയാണ് കേട്ടോ ഈ വീഡിയോയിൽ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പര്യായമാണ് തൊഴിലില്ലായ്മ. പിന്നെ ഭാഷ വശമില്ലാത്തത് കൊണ്ടാട്ടോ. അല്ലെങ്കിൽ മോദിയെ 10 തെറി ഇംഗ്ലീഷ് കൃത്യമായിട്ട് വിളിച്ചേനെ. മോദി എന്ന് കയറിയോ അന്നാണ് ഇവിടുത്തെ തൊഴിലില്ലായ്മ ഇത്രയും രൂക്ഷമായതെന്നും ഉള്ള തൊഴിലുകളൊക്കെ വരണ്ടില്ലാതായതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞേനെ. ഭാഷ വശമില്ലാതെ. Is that because you're a communist? ഇതിനപ്പുറം എന്താ സംഭവിക്കാന് എൻ്റെ പൊന്നെ? ആ ഭൂമി വളർന്ന് നീ അങ്ങ് താഴോട്ട് പോയിരുന്നെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് സായിപ്പ് ഇവിടെ വന്ന് തേച്ചൊട്ടിച്ച് കളഞ്ഞല്ലോ. നീ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ജോബ്ലെസ് ആയതാണോ, അല്ലെങ്കിൽ ജോബ്ലെസ് ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആണോ? ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല. Are you a communist? Yeah, we are communists. We are all. Guruvayur is all communist. Everyone in the world is a communist. വേറെന്താ സായിപ്പിന് അറിയാനുള്ളത്? How do you share biryani if you're a communist? Biryani. Yeah, we are sharing biryani. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയത്തില്ല. സർവ്വതും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്നവർ, ഉള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്നവർ, എല്ലാം ഉള്ളതും കൂടെ ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ എഴലേറ്റത്തിന് വേണ്ടി, പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ്. ഇതൊക്കെയായിരുന്നു പണ്ടാരോ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ്. പക്ഷെ അതൊന്നും നമുക്ക് വലിയ വശമില്ലാത്തത് കൊണ്ടും അറിവില്ലാത്തത് കൊണ്ടും മട്ടൻ ബിരിയാണിയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അതാണെങ്കിൽ ഷെയർ ചെയ്യാൻ വലിയ പാട്, എല്ലാവർക്കും കൂടുതൽ വേണമെന്ന് പറയും. പിന്നെ ഞങ്ങളൊരു 5 ബിരിയാണി വാങ്ങിച്ച് 4 പേരായിട്ട് ഷെയർ ചെയ്തൊക്കെ കഴിക്കും. അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ജീവിത രീതിയൊക്കെയാണ്. ഞങ്ങൾക്ക് ബൂർഷാസികളെ പോലുള്ള വലിയ ആഡംബരങ്ങളും ഒന്നുമില്ല. ആ മുഖത്ത് വെച്ചിരിക്കുന്ന കണ്ണട വരെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ കൈകൊണ്ട് നെയ്തുണ്ടാക്കി കൊടുത്തതാ. ഒരൊറ്റ എണ്ണത്തിന് എന്തുകൊണ്ട് സാഹിബിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നു എന്ന് അറിഞ്ഞുകൂടാ. ഈ ബിരിയാണിയും മാഗിയും കമ്മ്യൂണിസ്റ്റും തമ്മിലൊക്കെ എന്തുകൊണ്ട് സാഹിബ് കണക്ട് ചെയ്തു എന്ന് ഒറ്റ ഒരുത്തനും മനസ്സിലായിട്ടില്ല. എനിക്കതെല്ലാം ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും പ്രതികരണം. Basically, communism means sharing everything, but they are not communists. They're fake communists. Fake communists. കൃത്യമായിട്ടുള്ള കാര്യം കൃത്യമായ ഭാഷയിൽ പറഞ്ഞു വെക്കാൻ അവസാനം ഒരു യുവാവ് വന്നത് അത് വലിയ അഭിമാനം തോന്നിക്കുന്ന കാര്യമാണ്. യുവാവിന് പ്രത്യേക നന്ദി, അഭിനന്ദനങ്ങൾ. ഇപ്പോഴുള്ളതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ, ഫേക്ക് കമ്മ്യൂണിസ്റ്റുകളല്ലേ എന്ന കൃത്യമായിട്ടുള്ള കാര്യം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായാലും ഇത് കണ്ടതിൻ്റെ ക്ഷീണം മാറണമെങ്കിൽ ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം കുടിക്കണം. ഈ പ്രതികരണങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഏത് പ്രതികരണമാണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും.